പകർച്ചവ്യാധി വ്യാപനത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു പ്രതിപക്ഷം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാളി. ആരോഗ്യവകുപ്പിന് ഏകോപനമില്ലെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ കസേരകളിയെന്നും CPIM അംഗം PM മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. രാഷ്ട്രീയത്തിൽ 101-നേക്കാൾ വലുത് 35 തെളിയിക്കുന്ന നാളുകളാണ് വരാൻ പോകുന്നതെന്നും PM മുഹമ്മദ് റിയാസ് പറയുന്നു. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല സാർ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ കാഴ്ചപ്പാടല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. എന്നാൽ ചില ഗൗരവമേറിയ പ്രശ്നങ്ങൾ, സർക്കാർ തിരുത്തേണ്ട വിഷയങ്ങൾ, അടിയന്തരമായി തിരുത്തി മുന്നോട്ട് പോകേണ്ട പ്രശ്നങ്ങൾ, അത് ചൂണ്ടിക്കാട്ടുക ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് സാർ. ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെൻറ് കൈവിടുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തെല്ലാം പകർച്ചവ്യാധികളാണ് സാർ കേരളത്തിൽ ഈ മഴക്കാലത്ത് പെരുകുന്നത്? കഴിഞ്ഞ 5 വർഷത്തെ റീൽസും വീണമീട്ടലുമാണ് ആരോഗ്യവകുപ്പ് നേരിടുന്ന പ്രശ്നമെന്ന് പ്രതിപക്ഷത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരന്റെ മറുപടി. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കിയിരിക്കുമെന്നും പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നെന്നും K മുരളീധരൻ. സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണമീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനായി സംസ്ഥാന തലത്തിൽ ഡ്രൈ ഡേ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും വിദ്യാലയങ്ങളിലും, ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും, ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കുന്നതിനുള്ള കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധം കൂടുതൽ ശാസ്ത്രീയവും ദീർഘകാലാടിസ്ഥാനത്തുള്ളതുമാക്കുന്നതിനായി സർക്കാർ സ്വകാര്യ മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഉന്നതാധികാര സമിതി രൂപീകരിച്ചിട്ടുണ്ട്. രോഗവ്യാപനത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ പഠിക്കുക, പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, ഓരോ രോഗത്തിൻ്റെയും കാലാവസ്ഥാപരമായ പ്രവണതകൾ ഉൾപ്പെടുത്തി എപ്പിഡമിക് കലണ്ടർ തയ്യാറാക്കുക തുടങ്ങിയവയാണ് സമിതിയുടെ പ്രധാന ചുമതലകൾ. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ K മുരളീധരൻ നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സാധാരണഗതിയിൽ നിപ്പ വന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എരണം കെട്ടവർ ഇരിക്കുമ്പോൾ ആ രോഗം ഇങ്ങോട്ട് വന്നതാണ് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. ഏതായാലും ആ എണ്ണം കെട്ടവർ ചെയ്തൊരു കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഇവിടെ മരണപ്പെട്ടവരുടെ എണ്ണം ആ വർഷത്തത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചപ്പോൾ സർ അപ്പുറത്ത് കൈയടിക്കുന്നത് കേട്ടല്ലോ. അത് എണ്ണം കെട്ടവരായതുകൊണ്ടല്ല, ആ രോഗത്തിൻ്റെ മാരകമായ പ്രകടനശേഷിയാണത് കാണിക്കുന്നത്. പകർച്ചവ്യാധി വ്യാപനം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ ചേരുന്നു. അലക്സ്, റീല്, വീണമിട്ടൽ, എരണം കെട്ടവർ തുടങ്ങിയ പരിഹാസത്തിന്റെ സകല ചേരുവയും നിറഞ്ഞ പ്രതികരണങ്ങൾ സഭയിൽ കേട്ടു. പക്ഷേ വിഷയത്തിന്റെ ഗൗരവത്തിൽ ഊന്നിയുള്ള ഒരു പ്രതികരണം സഭയിൽ നിന്ന് വന്നോ അലക്സ്? ഹാഷ്മി, സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനമാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാളിയത് ഈ പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമായി എന്നാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി നോട്ടീസിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം. മുഹമ്മദ് റിയാസാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. ഇതിൽ ആരോഗ്യമന്ത്രിയും അതായത് UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികൾ, ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചു. അതിൽ പ്രധാനം എപ്പിഡമിക് കലണ്ടർ രൂപീകരിക്കുക, ഹൈപ്പവർ കമ്മിറ്റിയുടെ രൂപീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങളാണ്. ഡ്രൈ ഡേ ആചരിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അതിനുശേഷം മുഹമ്മദ് റിയാസിന്റെ മറുപടിയിലാണ്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് വീണ്ടും സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയത്. ഒന്ന്, നമ്മൾ നേരത്തെ തന്നെ കാണുന്നത് പോലെ ഈ എണ്ണം കെട്ടവർ നാട് ഭരിക്കുമ്പോൾ എന്ന പ്രയോഗം സഭയിലേക്ക് ഉയർന്നു വരുന്നു. അങ്ങനെയല്ല, അതല്ല സംസ്കാരം, അതല്ല തങ്ങളുടെ സംസ്കാരമെന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു. അത് ഒരിക്കലും തങ്ങൾ പറയില്ല. നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വീഴ്ച ആരോഗ്യവകുപ്പിനുണ്ടായി. കാരണം കോഴിക്കോട് ജില്ലയിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂടിയാലോചനയോ ചർച്ച അതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. അത് സർക്കാർ അതിൽ രാഷ്ട്രീയ
രാഷ്ട്രീയം കാണുകയാണോ എന്ന് മുഹമ്മദ് റിയാസ് ചോദ്യം ഉന്നയിച്ചു. അതിൽ ആരോഗ്യമന്ത്രി രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചതും സിനിമാ ഡയലോഗുകളടക്കം ഉയർത്തിക്കാട്ടിയാണ് വിമർശിച്ചത്. ഈ ഏകോപനം നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തദ്ദേശ വകുപ്പിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നില്ല. കാരണം PM ശ്രീയുമായി ബന്ധപ്പെട്ട് PM ശ്രീ അറബിക്കടലിൽ എറിഞ്ഞതിൻ്റെ ക്ഷീണത്തിലായിരുന്നു തദ്ദേശ വകുപ്പ് മന്ത്രി. അതിനാലായിരിക്കും അദ്ദേഹത്തിന് അതിൽ ഇടപെടാൻ സാധിക്കാതെ പോയതെന്ന പരിഹാസവും ഇന്ന് മുഹമ്മദ് റിയാസ് നടത്തി. അതിനിടയ്ക്ക് തന്നെ ഈ നോട്ടീസിൽ ഒരു പിഴവ് ആരോഗ്യമന്ത്രി ഇന്ന് തിരുത്തുന്നതും നമ്മൾ സഭയിൽ കണ്ടു. അതായത് എബോള വ്യാപനം സംസ്ഥാനത്തുണ്ട്, എബോള സ്ഥിരീകരിച്ചു എന്നാണ് നോട്ടീസിൽ PM മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്. പക്ഷേ അങ്ങനെ കേരളത്തിൽ എബോള സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി ആ തെറ്റ് തിരുത്തുന്നു. അത് മുഹമ്മദ് റിയാസിന് അത് പിഴവ് സംഭവിച്ചതാണെന്ന് തിരുത്തുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം ആരോഗ്യമന്ത്രി രൂക്ഷമായ വിമർശനം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് കഴിഞ്ഞ 10 വർഷത്തെ കാലത്തെ റീൽസും അതുപോലെ 5 വർഷക്കാലത്തെ വീണ വീട്ടലുമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ വിമർശിക്കുന്നത്. തുടർന്ന് അദ്ദേഹം എടുത്ത കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ സർക്കാർ പ്രതിപക്ഷം പ്രധാനമായി ഈ ഇതിലുണ്ടായ നിയമനങ്ങളൊപ്പം സ്ഥലം മാറ്റങ്ങളൊക്കെ ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിൽ നിഴലിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കാരണം DHS കൃത്യമായ ഒരു കസേര കളി നടക്കുന്നുണ്ട്. അവിടെ ആരോഗ്യവകുപ്പിൽ ഒരു ഡയറക്ടർ ഇല്ല. അതെന്തുകൊണ്ടാണ് അത്തരത്തിലുണ്ടായത്? അതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ്, ബാഹ്യ ഇടപെടലാണ്, ബാഹ്യ ശക്തിയാണ് അതിന്റെ പിന്നിൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.